കണ്ടില്ലേ അദ്ദേഹം പറയുന്ന വാക്കുകൾ? അവരുടെ കയ്യിൽ വീഡിയോ അടക്കം തെളിവുകൾ ഉണ്ടായിട്ടും ഈ പറയുന്ന നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ഇത് തൃക്കാക്കര SP ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതായത് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പിടിച്ച ആളുകളുടെ കയ്യിലും മതിയായ അല്ലെങ്കിൽ ആ ഒരു അളവിലുള്ള സാധനം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വിട്ടയച്ചു ജാമ്യം കൊടുത്തു എന്നാണ്. അപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലേ? അതിന് ചെറിയൊരു കായ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് അടിക്കാനുള്ള കുപ്പി ആയിക്കോട്ടെ, എന്ത് തന്നെ പിടിച്ചാലും അത് വലിയൊരു വിഷയമുള്ള ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇത് അവരുടെ കയ്യിൽ മതിയായ അളവിൽ സാധനം ഇല്ലാത്തത് കൊണ്ട് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നൊക്കെ പറയുന്നതേ, ഇത് സാമാന്യ ബോധമുള്ളവന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന SFIയുടെ നേതാവ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നവൻ എനിക്കൊന്ന് അഭിരാജ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ കഥ കൊണ്ട് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ ന്യൂസിൽ തന്നെയും പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഒരു രണ്ടുപേർ അറസ്റ്റിലായെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേരില്ല. ഇനി രണ്ടുപേരുടെ പേരുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാരാണെന്നില്ല. ഇനി ഉള്ളത് മുഴുവനും KSU